ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്. പാർട്ട് 2 ടെക്സ്റ്റ് ബുക്ക് യൂണിറ്റ് 5 റൂറൽ വൈബ്സ് ആണ് നമ്മുടെ ചാപ്റ്റർ. റൂറൽ വൈബ്സിൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് സീഡ് ആൻഡ് സോയിൽ ആണ്. സീഡ് ആൻഡ് സോയിൽ എന്ന സ്റ്റോറി ഫുള്ളായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൽ വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് നമ്മളിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കിട്ടും കേട്ടോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സീഡ് ആൻഡ് സോയിലിൻ്റെ ആക്ടിവിറ്റീസിൻ്റെ ആൻസേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നോക്കാം. സീഡ് ആൻഡ് സോയിൽ. Activity 1. Look at the following sentence. Paru looked her grandmother very much and called her Echu Amma. What is special about the underlined word? അപ്പോൾ ഇവിടെ ഗ്രാൻഡ് മദർ എന്ന് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നു അല്ലേ. എന്താണ് ഈ അണ്ടർലൈൻ ചെയ്ത വാക്കിൻ്റെ പ്രത്യേകത എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2 വാക്കുകളുണ്ട് അല്ലേ, ഗ്രാൻഡും മദറും. ഓക്കെ, അപ്പോൾ ഗ്രാൻഡ് മദർ. ഇതുപോലെ ചൂസ് 2 അപ്രോപ്രിയേറ്റ് പിക്ചേഴ്സ് ടു ഗെറ്റ് സിംഗിൾ മീനിങ് വേർഡ്സ്. രണ്ട് പിക്ചർ എടുക്കുക, എന്നിട്ട് സിംഗിൾ ആയിട്ടുള്ള ഒരു മീനിങ് വേർഡ് ഉണ്ടാക്കുക. നോക്കൂ, സണ്ണിനെയും ഫ്ലവറിനെയും എടുത്ത് സൺഫ്ലവർ ഉണ്ടാക്കി. ഇനി നമുക്ക് അടുത്തത് ഇവിടെ ഫിഷ് ഉണ്ട്, ഹാൻഡ് ഉണ്ട്, അതുപോലെ ഒരു സ്റ്റാർ ഉണ്ട്, ബാഗ് ഉണ്ട് അല്ലേ. സ്റ്റാറും ഫിഷും കൂടി നമുക്ക് സ്റ്റാർ ഫിഷ് ഉണ്ടാക്കാൻ പറ്റും അല്ലേ. അതേപോലെ ഹാൻഡും ബാഗും കൂടെ അങ്ങനെ രണ്ടെണ്ണം എടുത്ത് ഉണ്ടാക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഇനി ആക്ടിവിറ്റി 2. കംപ്ലീറ്റ് ദ ക്വസ്റ്റ്യൻസ് യൂസിങ് ദ വേർഡ്സ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്സ്. റൈറ്റ് ദ ആൻസേഴ്സ് ആഫ്റ്റർ റീഡിങ് ദ ടെക്സ്റ്റ്. അപ്പോൾ നമുക്ക് ഹൂ, വൈ, വാട്ട് എന്നുള്ള ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇത് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, അത് വെച്ചുകൊണ്ട് നമുക്ക് ഇനിയുള്ളത് നമ്മൾ ഫില്ല് ചെയ്യണം. വേർ ഡിഡ് പാറു ലിവ്? പാറു ലിവ്ഡ് ഇൻ എ റിമോട്ട് വില്ലേജ്. അടുത്ത ചോദ്യം, ഡാഷ് വാസ് പാറൂസ് റിയൽ നെയിം. അപ്പോൾ എന്താണ്, വാട്ട് ആണ് അല്ലേ. വാട്ട് വാസ് പാറൂസ് റിയൽ നെയിം? പാറൂസ് റിയൽ നെയിം വാസ് പാർവതി. ഡാഷ് അഡ്വൈസ്ഡ് പാറു ടു റിട്ടേൺ ഹോം. അവിടെ ആരാണെന്നാണ്, ഹൂ ആണ് കേട്ടോ വരിക. ഹൂ അഡ്വൈസ്ഡ്. ആൻസർ, ഗ്രാൻഡ് മദർ അഡ്വൈസ്ഡ് പാറു ടു റിട്ടേൺ ഹോം. അടുത്തത്, ഡാഷ് ഡിഡ് പാറു ടു ലുക്ക് ബാക്ക് ടുവാർഡ്സ് ഹെർ ഹോം. വൈ ഡിഡ് ആണ് കേട്ടോ. പാറു ലുക്ക്ഡ് ബാക്ക് ടുവാർഡ്സ് ഹെർ ഹോം വണ്ടറിങ് ഇഫ് ഹെർ ഫാദർ ഹാഡ് റിട്ടേൺഡ്. Activity 3. Read the following paragraph and complete it using the correct form of the words given in the brackets. 2 examples are done for you. Jimmy and Pinky were good friends. One day they were playing under a big mango tree. They heard a squeaking sound from somewhere. Jimmy looked വരില്ല, അത് മാറിയിട്ട് ലുക്ക്ഡ് അപ്പ് ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഓക്കെ, ജിമ്മി ലുക്ക്ഡ് അപ്പ് ഹി സോ എ സ്ക്യൂറൽ ഗ്രീഡിലി. ഒരു മിനിറ്റ്. ഓക്കെ, നമുക്ക് 2 എണ്ണം അവർ കറക്റ്റ് ആക്കിയിട്ടാണ് തന്നിരിക്കുന്നത് കേട്ടോ. ലുക്ക്ഡും റിക്വസ്റ്റഡും കറക്റ്റാക്കി തന്നിട്ടുണ്ട്. നെക്സ്റ്റ് പിക്ക്ഡായി, സ്റ്റാർട്ടഡ് ആയിട്ടുണ്ട്. So Jimmy called out loudly. Pinky requested Jimmy to get the ripe mangoes. Jimmy picked up some sharp stones from the ground and started throwing them at the mangoes. A big ripe mango fell on the ground. Pinky and Jimmy ran fast to pick the mango. While running, Pinky pushed down Jimmy and picked the mango. Jimmy and snatched down the mango. Poor Jimmy, he didn't get the mango. On seeing Jimmy's sad face, Pinky shared the mango with him. ആക്ടിവിറ്റി 3 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആക്ടിവിറ്റി 4 വേൾഡ് ഫാമേഴ്സ് ഡേ മെയ് 14 ആണ് കേട്ടോ. പാറു തോട്ട് ഐ മസ്റ്റ് സർപ്രൈസ് മൈ ഗ്രാൻഡ് മാ എ ഗ്രീറ്റിംഗ് കാർഡ്. ലെറ്റ്സ് ഹെൽപ്പ് പാറു മേക്ക് ദ ഗ്രീറ്റിംഗ് കാർഡ്. അപ്പോൾ ഒരു ഗ്രീറ്റിംഗ് കാർഡ് പാറു കൊടുക്കുകയാണ് ഗ്രാൻഡ് മദറിന്. അതാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. ഹാപ്പി ഫാമേഴ്സ് ഡേ ഗ്രാൻഡ് മാ, ലവ് പാറു. കണ്ടോ, ഇതുപോലെ തയ്യാറാക്കുക. ആക്ടിവിറ്റി 5. Paru and her grandmother were in their paddy field. You have seen such paddy fields, haven't you? നിങ്ങളും ഇതുപോലത്തെ പാടങ്ങൾ കണ്ടിട്ടില്ലേ? Draw a picture of a paddy field in your notebook. Write a few sentences about it. ഇതുപോലെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പാഡി ഫീൽഡിൻ്റെ ചിത്രം വരയ്ക്കുക, അതിനെക്കുറിച്ചൊരു കുറച്ച് സെൻറ്റൻസസ് എഴുതുക. അപ്പോൾ ഇതുപോലെ ഒരു പാഡി ഫീൽഡിൻ്റെ ചിത്രം വരയ്ക്കുക. Paddy field is so beautiful. The lush green fields stretch as far as the eye can see. During harvest season, the golden paddy field creates a stunning landscape.
During monsoon, the paddy fields are filled with water, creating a mirror-like effect. The paddy fields are home to many birds and creatures. A gentle breeze always creates a mesmerizing ripple through the swaying paddy plants. Activity 6 ആണ്. യേശു അമ്മ enjoyed the beauty of the green paddy field. She held the green paddy plants close to her chest and started singing a beautiful folk song. അപ്പോൾ ആ നെഞ്ഞിനോട് ചേർത്ത് ആ ഒരു കെട്ട് നെല്ലിൻ്റെ ഇതിങ്ങനെ പിടിച്ചിട്ട് ഒരു പാട്ട് പാടുകയാണ് അല്ലേ. ആ പാട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. റീഡ് ദ സോങ് ആൻഡ് ആഡ് മോർ ലൈൻസ് ടു ഇറ്റ് ആണ്. വി ആർ ഫാമേഴ്സ് ഓൺ ദിസ് ലാൻഡ്. We plow the soil, we till the soil, we sow the seeds, we see them grow. We are happy in this world, we are farmers on this land. ഇനി എന്ത് ഫില്ല് ചെയ്യാം? We water the field അല്ലേ. We watch them thrive, we work with care. അതിൽ ഇത് കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഇവിടെ വർക്ക്, ഇത് വിത്താണ് കേട്ടോ. WITH വിത്ത്. ഇവിടെ ഒരു കെയറും ഉണ്ട്, CARE കെയർ ഉണ്ട് കേട്ടോ. ബ്ലൂ ലൈനിൽ അത് ചിലപ്പോൾ കാണില്ല നിങ്ങൾക്ക്. അവിടെ വിത്ത് കെയർ ഉണ്ട് കേട്ടോ. വി വാച്ച് ദം ത്രൈവ്, വി വർക്ക് വിത്ത് കെയർ, വി ആർ ഹാപ്പി ഇൻ ദിസ് വേൾഡ്, വി ആർ ഫാമേഴ്സ് ഓൺ ദിസ് ലാൻഡ്. ഇനി എന്താ വരിക? വി ഹാർവെസ്റ്റ് ദി ക്രോപ്സ്, വി ഷെയർ ദ ഈൽഡ്, വി ആർ ഹാപ്പി ഇൻ ദിസ് വേൾഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് പോയട്രി നോക്കിക്കോളൂ ഒന്നും കൂടെ. ഇനി ആക്ടിവിറ്റി 7 ആണ്. പ്രോഗ്രാം നോട്ടീസ് ആണ്. ഫാമേഴ്സ് ക്ലബ് ഓഫ് കണിക്കത്തൂർ ഗ്രാമപഞ്ചായത്ത് ഹാസ് ഡിസൈഡഡ് ടു സെലിബ്രേറ്റ് ഫാമേഴ്സ് ഡേ ഓൺ ചിങ്ങം 1. ചിങ്ങം 1 ഫാമേഴ്സ് ഡേ വരിക അല്ലേ. ലെറ്റ്സ് റീഡ് ദെയർ പ്രോഗ്രാം നോട്ടീസ്. അപ്പോൾ ഇവിടെ ഒരു പ്രോഗ്രാമിൻ്റെ നോട്ടീസ് തന്നിട്ടുണ്ട്. ഫാമേഴ്സ് ക്ലബ് കാണിക്കത്തൂർ ഗ്രാമപഞ്ചായത്ത് ഫാമേഴ്സ് ഡേ സെലിബ്രേഷൻ നോട്ടീസ്. Dear friends, we have decided to celebrate Farmers Day on Chingam 1st. As part of the celebration, we would like to honor Mrs. Janaki Amma, the recipient of Karshaka Shri Award 2024. Date തന്നിട്ടുണ്ട്, ടൈം, വെന്യൂ എല്ലാം തന്നിട്ടുണ്ട്. All are invited. കാണിക്കത്തൂർ തന്നിട്ടുണ്ട് അല്ലേ. സോ നമുക്ക് പ്രോഗ്രാംസിൻ്റെ ഒരു ചാർട്ടും തന്നിട്ടുണ്ട്. നമുക്ക് ചെയ്യേണ്ടത് എന്താ? ദ ഫാമേഴ്സ് ക്ലബ് ഇൻ യുവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു സെലിബ്രേറ്റ് ദ ഹാർവെസ്റ്റ് ഓഫ് വെജിറ്റബിൾ ഗ്രോൺ ഇൻ ദ വെജിറ്റബിൾ ഗാർഡൻ ഓഫ് ദ സ്കൂൾ. പ്രിപ്പയർ എ നോട്ടീസ് ഫോർ ദ പ്രോഗ്രാം. അപ്പം നിങ്ങളുടെ സ്കൂളിലെ ഫാമേഴ്സ് ക്ലബ് ഡിസൈഡ് ചെയ്യുകയാണ്, സ്കൂളിൽ കുറച്ച് വെജിറ്റബിൾ ഹാർവെസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് വെജിറ്റബിൾ ഗാർഡന്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോഗ്രാം പ്രിപ്പറേഷൻ, ആ ഒരു നോട്ടീസാണ് വേണ്ടത്. നോക്കാം. ഫാമേഴ്സ് ക്ലബ് ഗവൺമെൻറ് UP സ്കൂൾ പാലക്കാട് ഹാർവെസ്റ്റ് ഓഫ് വെജിറ്റബിൾസിൻ്റെ കൊയ്ത്ത്, അതായത് നമ്മൾ വിളവെടുപ്പ് എന്ന് പറയില്ലേ, വിളവെടുപ്പ് അതുമായിട്ടാണ് കേട്ടോ. ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ പോലെ, അല്ലെങ്കിൽ അത് വിളവെടുപ്പ് നടത്തുകയാണ്, അതിൻ്റെ ഒരു നോട്ടീസാണ്. ഇപ്പം നമ്മൾ ഹെഡിങ് കൊടുത്തു, നോട്ടീസ് കൊടുത്തു. പാലക്കാട് 10th January 2025 എന്ന് കൊടുത്തു. ഡിയർ ഫ്രണ്ട്സ്, we are excited to announce that the Farmers Club will be celebrating the harvest of vegetables grown in our school's vegetable garden. Join us for a day of fun, learning and appreciation for our hardworking farmers. All students, teachers and parents are invited to join us in this joyous celebration. Let's come together to appreciate the fruits of our labor and learn more about the importance of farming. ഡേറ്റ് കൊടുത്തിട്ടുണ്ട് 28 January 2025. ടൈം 10 AM കൊടുത്തു. വെന്യൂ സ്കൂൾ ഓഡിറ്റോറിയം കൊടുത്തു. ഓൾ ആർ ഇൻവൈറ്റഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ നോട്ടീസ്. പ്രോഗ്രാമോ? വെൽക്കം സ്പീച്ച് മിസ്റ്റർ രാധാകൃഷ്ണൻ, സെക്രട്ടറി ഫാമേഴ്സ് ക്ലബ്. പ്രസിഡൻഷ്യൽ അഡ്രസ് മിസ് ലീന, സ്കൂൾ ലീഡർ. ഇനോഗ്രേഷൻ മിസ് ആരതി, പഞ്ചായത്ത് പ്രസിഡന്റ്. ഫെലിസിറ്റേഷൻ മിസ്റ്റർ രാഘവൻ, ടീച്ചർ. വോട്ട് ഓഫ് താങ്ക്സ് മിസ് സ്റ്റെല്ല, കൺവീനർ ഫാമേഴ്സ് ക്ലബ്, സെക്രട്ടറി. അപ്പോൾ ഇത്രയും അടങ്ങിയതാണ് നമ്മുടെ നോട്ടീസ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും വേണ്ടവർ നോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും വാച്ച് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.